നമുക്കിന്ന് എയർ ഫ്രയറിനകത്തിൽ മീൻ വറക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടിയപ്പം കുറച്ച് കിളിമീനും വേറെ കുറച്ച് മീനും വാങ്ങിച്ചിരുന്നു. അത് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിനകത്തിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയായിട്ട് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് വെളി വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കണം. അത് മീൻ ചീത്തയാകാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഞാനിതിങ്ങനെ ഓരോ ഫോയിൽ പേപ്പറിനകത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ഫ്രീസറിനകത്തിൽ. അപ്പോൾ നമുക്ക് എടുക്കാൻ സൗകര്യമുണ്ട്. ഇതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സൗകര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. അതിൽ നിന്നും 2 കിളിമീൻ ഞാനിപ്പം എടുത്ത് വെളി വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി. ഫ്രീസറിൽ നിന്ന് എടുത്തല്ലേ, ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അത് പ്രീ ഹീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ഫോയിൽ പേപ്പറിനകത്ത് പൊതി വെച്ചിരിക്കുന്ന മീനിൻ്റെ പുറത്ത് അപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഫിഷ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വറക്കാനുള്ളതിൻ്റെ അരപ്പും അതിൽ അരച്ച് പുരട്ടിയാണ് ഫ്രീസറിലേക്ക് നമ്മൾ വെക്കുന്നത്. ഇനി പുറത്ത് ഇച്ചിരി വെള്ളം വലിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത് 1 മിനിറ്റായി വെളി വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്യാത്തത് മുകളിൽ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ 2 സൈഡിലും ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം, ഇതിപ്പോൾ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അത് ഐസായിട്ടിരിക്കുന്നുണ്ട്, അതങ്ങ് വെളുത്തിരിക്കുന്നത്, ഒഴിച്ച ഓയിലാണ് ഈ വെളുത്തിരിക്കുന്നത്. 2 സൈഡിലും ഇതേപോലെ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെക്കാം. നമ്മുടെ ടൈം കഴിയാറായി, 1 സെക്കൻഡും കൂടെ ഉള്ളൂ. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അകത്തേക്ക് വെക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് ട്രേ. ഇത് ഓയിൽ നമ്മൾ ഒഴിച്ചത് അതിൻ്റെ പുറത്ത് ഐസായിട്ട് കാണുന്നതാണ്, വെളുത്ത് കാണുന്നത്. അത്രയും ഓയിലേ നമ്മൾ അങ്ങോട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ. ക്ലോസ് ചെയ്യുവാണ്. ഇനി ഫിഷിൻ്റെ പ്രോഗ്രാം സെലക്ട് ചെയ്ത് 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റാണ്. അത് വേണമെന്നൊരില്ല 5 മിനിറ്റ് കുറച്ച് വേണേൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും 5 മിനിറ്റ് കൂടെ വെച്ചാലും മതി. ഓരോ ഫിഷിനും ഓരോ ടൈം ആണല്ലോ, അതിൻ്റെ വെയിറ്റ് അനുസരിച്ച്. ചില മീനിന് 20 മിനിറ്റ് തന്നെ വേണം. ഇതിപ്പോൾ നമുക്ക് 15 മിനിറ്റ് വെച്ചിട്ട് കുക്കായില്ലെങ്കിൽ വീണ്ടും 5 മിനിറ്റ് കൂടെ വെക്കാം. സ്റ്റാർട്ട് ചെയ്യുകയാണ്. 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റ് കുക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇനിയും 6 മിനിറ്റ് കൂടെ ഉണ്ട്. ബാക്കി എത്ര സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കൊന്ന് പോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരുമാതിരി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഓയിൽ പുരട്ടണമെങ്കിൽ പുരട്ടി കൊടുക്കാം. നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കരിവേപ്പില ഓരോന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്, അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട്. എണ്ണയ്ക്കകത്തിലാണെങ്കിൽ അത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. നമുക്ക് നോക്കാം. ഫിഷിൻ്റെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ടൈം കഴിഞ്ഞു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്വല്പം കൂടെ മുരിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇത്രയാണെങ്കിലും മതി. ഫ്രൈ ആയിട്ടുണ്ട്.